ഒരു ആക്ഷേപ രൂപത്തിൽ എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തോ ബന്ധം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഉന്നയിച്ചത്. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്തായാലും ശബരിമലയുടെ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഇനിയും നമ്മുടെ പല ക്ഷേത്രങ്ങളുമുണ്ട്. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടേണ്ട കൊള്ളകളെക്കുറിച്ചാണോ ബഹുമാന്യായ മുഖ്യമന്ത്രി രഹസ്യമായി പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കണം. ഇതുപോലെയുള്ള ഒരു ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊള്ള സംഘത്തിന് നേതൃത്വം കൊടുത്ത ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ അതിൽ യാതൊരു തെറ്റും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇവിടെ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട്. എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണെങ്കിലും, ശ്രീ അച്യുതമേനോനാണെങ്കിലും, ശ്രീ കെ ആന്റണി ആണെങ്കിലും, അതേപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി ആണെങ്കിലും, ശ്രീ PK വാസുദേവൻ നായരാണെങ്കിലും, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മുഖ്യമന്ത്രിമാർ കേരളത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ചാനൽ ചർച്ചകൾ പോകുന്ന ആളുകൾ പറയുന്ന ലാഘവത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് അന്തസ്സിന് യോജിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.